ഹരി ഓം. പ്രാണഭയം മൂലം ഭഗവാനെ നിരന്തരം സ്മരിച്ചതുകൊണ്ട് കംസന് അന്ത്യത്തിൽ സാരൂപ്യമുക്തി ലഭിച്ചു. ഭഗവത്ഗീത അധ്യായം 8 ശ്ലോകം 6 നമുക്ക് സ്മരിക്കാം. യം യം വാഭിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 75 കംസവധം. വൃത്തം ശ്രദ്ധര. ശ്ലോകം 1. പ്രാതസ്സന്ദ്രസ്തഭോജക്ഷിതിപതിവജസാ പ്രസ്തുതേ മല്ലദൂര്യേ സംഘേ രാജ്ഞാം ച മഞ്ചാൻ അഭിയയുഷികദേ നന്ദഗോപേഭികർമ്മ്യം കംസേ സൗധാധിരൂഢേ ത്വമഭി സകബലഃ സാനുഗശ്ചാരുവേഷോ രംഗദ്വാരം ഗതോ ഭൂ കുപിതകുവലയാ പീഠനാഗവലീഢം. ഒരിക്കൽ കൂടി. പ്രാതസ്സന്ദ്രസ്തഭോജക്ഷിതിപതിവജസാ പ്രസ്തുതേ മല്ലദൂര്യേ സംഘേ രാജ്ഞാം ച മഞ്ചാൻ അഭിയയുഷി ഗദേ നന്ദഗോപേഭികർമ്മ്യം കംസേ സൗധാധിരൂഢേ ത്വമഭി സകബലഃ സാനുഗശ്ചാരുവേഷോ രംഗദ്വാരം ഗതോ ഭൂ കുപിതകുവലയാ പീഠനാഗവലീഢം. പ്രാത പ്രഭാതത്തിൽ, സന്ത്രസ്ത വിറയ്ക്കുന്ന, ഭയം കൊണ്ട് വിറയ്ക്കുന്ന, ഭോജ ക്ഷിതിപതി ഭോജ രാജാവിന്റെ, കംസരാജാവിന്റെ, വജസ കൽപ്പനയനുസരിച്ച്, പ്രസ്തുതേ മല്ലതൂച്യേ മല്ലയുദ്ധ പ്രസ്താവത്തിന്റെ പെരുമ്പറ മുഴങ്ങവേ, സംഘേ രാജ്ഞാം ച രാജാക്കന്മാരുടെ സംഘവും, മഞ്ചാൻ മേടകളിൽ, അഭിയയുഷി കരേറിയവരായി രാജാക്കന്മാരും മേടകളിൽ കയറിയിരുന്നു. അതേ നന്ദഗോപേ അഭിഹർമ്മ്യം നന്ദഗോപരും ആ മാളികയെ പ്രാപിച്ചവനായിരിക്കെ, കംസേ സൗദ അതിരൂഢേ കംസൻ മാളികയിൽ കയറി ഇരുപ്പുറപ്പിക്കവേ, ത്വം അഭി അങ്ങും ശ്രീകൃഷ്ണനും, സഹ ബലഹ ബലരാമനോടുകൂടി, സാനുഘ ചാരുവേഷോ മനോഹര വേഷം ധരിച്ച് അനുചരന്മാരോടുകൂടി, രംഗദ്വാരം ഗതോ അഭു മല്ലരംഗത്തിന്റെ കവാടത്തെ പ്രാപിച്ചവനായി, കുപിതനായ മതിച്ച, കുവലയാപീഠ നാഗ കുവലയപീഠം എന്ന ആന അവലീഠം വഴി അടച്ചു നിൽക്കുന്ന. ശ്ലോകാർത്ഥം. പിന്നെ പ്രഭാതത്തിൽ ഭയന്ന് വിറയ്ക്കുന്ന കംസരാജാവിന്റെ കൽപ്പനയനുസരിച്ച് മല്ലയുദ്ധത്തെ അറിയിക്കുന്ന പെരുമ്പറ മുഴങ്ങി. കംസൻ അരമനയുടെ മുകളിൽ ഇരുപ്പുറപ്പിച്ചു. രാജാക്കന്മാരുടെ സംഘം മേടകളിൽ കയറി ഇരുപ്പായി. നന്ദഗോപരും ആ മാളികയെ പ്രാപിച്ചു. അപ്പോൾ ബലരാമനോടും അനുചരന്മാരോടും കൂടി മനോഹരമായ വേഷങ്ങൾ ധരിച്ച് കുവലയപീഠം എന്ന മതയാന വഴി തടഞ്ഞു നിൽക്കുന്ന മല്ലയുദ്ധ പ്രവേശന കവാടത്തിൽ അങ്ങ് ശ്രീകൃഷ്ണൻ എത്തിച്ചേർന്നു. കുവലയം എന്നാൽ ഭൂമണ്ഡലം, ആഭീഠം എന്നാൽ അലങ്കാരം. ഭൂമിയിൽ ഈ ആനയ്ക്ക് സദൃശമായ മറ്റൊരു ഗജവും ഇല്ലാത്തതിനാൽ ഭൂമണ്ഡലാലങ്കാരം എന്ന അർത്ഥത്തിൽ ഈ മഹാഗജം കുവലയാപീഠം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഗജത്തെ വധിക്കാൻ ദേവദേവനായ ശ്രീകൃഷ്ണനല്ലാതെ മറ്റാർക്കും സാധിക്കുന്നതല്ല. കംസൻ മന്ത്രിമാരോട് ചേർന്ന് തന്റെ കീഴിൽ ഓരോ ദേശത്തിന്റെയും ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാജാക്കന്മാരുടെ മധ്യത്തിൽ രാജോചിതമായ
സിംഹാസനത്തിലിരുന്ന് മല്ലയുദ്ധം കാണാൻ തയ്യാറെടുത്തു. അവിടമെല്ലാം പുഷ്പമാലകൾ, കൊടിക്കൂറകൾ, പട്ടുവസ്ത്രങ്ങൾ കൊണ്ടെല്ലാം അലങ്കരിച്ചിരുന്നു. തന്റെ വധോത്സവം ആഘോഷമായി തന്നെ നടത്താൻ കംസൻ തന്നെ സ്വയം ഒരുക്കങ്ങൾ നടത്തിയെന്ന് സാരം. ശ്ലോകം 2. പാപിഷ്ടാപേഹി മാർഗാദ് ദ്രുതമിതി വജസാ നിഷ്ഠുരക്രുദ്ധബുദ്ധേഃ അംബഷ്ടസ്യ പ്രണോദാദ് അധിഗജവജുഷാ ഹസ്തിനാ ഗൃഹ്യമാണഃ കേളീമുക്തോധ ഗോപീ കുജകലശചിരസ്പർദ്ധിനം കുംഭമസ്യ വ്യാഹത്യാലീയധാസ്ത്വം ചരണഭുവി പുനർനിർഗതോ വൽഗുഹാസി. ഒരിക്കൽ കൂടി. പാപിഷ്ടാപേഹി മാർഗാത് ദ്രുതമിതി വജസാ നിഷ്ഠുരക്രുദ്ധബുദ്ധേഃ അംബഷ്ടസ്യ പ്രണോദാദ് അധിഗജവജുഷാ ഹസ്തിനാ ഗൃഹ്യമാണഃ കേളീമുക്തോധ ഗോപീ കുജകലശചിര സ്പർദ്ധിനം കുംഭമസ്യ വ്യാഹത്യാലീയധാസ്ത്വം ചരണഭുവി പുനർനിർഗതോ വൽഗുഹാസി. പാപിഷ്ട അബേഹി മാർഗാത് ദ്രുതം. ഹേ പാപി, മാർഗത്തിൽ നിന്ന് മാറി നിൽക്കൂ, വേഗമാകട്ടെ. ഇതി വജസാ, ഇപ്രകാരമുള്ള വജസ്സുകളാൽ. നിഷ്ഠുര ക്രുദ്ധബുദ്ധർ, ക്രൂരനും കോപിഷ്ട മനസ്സുള്ളവനുമായി. അംബഷ്ടസ്യ, ആനക്കാരന്റെ. പ്രണോദാത്, പ്രേരണയാൽ. അധിക ജവജുഷ, അധിക വേഗത്തെ പ്രാപിച്ച. ഹസ്തിന ഗൃഹ്യമാണ, ആ ആനയാൽ പിടിക്കപ്പെട്ട്. കേളീമുക്തോ അധ, ഒരു ലീല എന്നോണം അതിൽ നിന്ന് മുക്തനായിട്ട്. ഗോപി കുജ കലശം, ഗോപിമാരുടെ കുജമണ്ഡലങ്ങളോട്. ചിരസ്പർദ്ധിനം, ചിരകാല സ്പർദ്ധയുള്ള. കുംഭം അസ്യ, അവന്റെ, ആ ആനയുടെ മസ്തകത്തെ. വ്യാഹത്യ, ആഞ്ഞടിച്ചിട്ട്. ആലിയതാ ത്വം ചരണഭുവി, കാലിനിടയിൽ അങ്ങ് മറഞ്ഞു നിന്നു. പുനർ നിർഗതോ വൽഗുഹാസി, പിന്നെ മനോഹരമായ മന്ദഹാസത്തോടെ പുറത്തു വന്നു. ശ്ലോകാർത്ഥം. ഹേ പാപി, വഴിയിൽ നിന്ന് വേഗത്തിൽ മാറിപ്പോ എന്ന അങ്ങയുടെ വാക്കിനാൽ കോപിഷ്ഠനായ ആനക്കാരന്റെ പ്രേരണ മൂലം വളരെ വേഗത്തിൽ ആ ആന അങ്ങയുടെ കൈകളിൽ തുമ്പിക്കൈകൊണ്ട് കടന്നു പിടിച്ചു. പിന്നെ ഒരു ലീലയിൽ എന്ന പോലെ ആ പിടിയിൽ നിന്ന് മുക്തനായി. ഗോപസ്ത്രീകളുടെ കുജകലശങ്ങളോട് ചിരകാലമായി മത്സരിക്കുന്ന കരങ്ങളാൽ അങ്ങ് അവന്റെ മസ്തകത്തിൽ ആഞ്ഞടിച്ചു. പിന്നെ അതിന്റെ കാലുകൾക്കിടയിൽ മറഞ്ഞു. മനോഹരമായി മന്ദഹസിച്ചുകൊണ്ട് അങ്ങ് പിന്നീട് പുറത്തു വരികയും ചെയ്തു. ശ്ലോകം 3. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഛടിതി മുനിജനസ്യേവ ധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനരഭിപതതക തസ്യ ദന്തം സജീവം മൂലാദുന്മൂല്യ തന്മൂലഗമഖിതമഖ മൗക്തികാന്യാത്മമിത്രേ പ്രാദാസ്ത്വം ഹാരമീഭ്യ ലളിതവിരചിതം രാധികായൈ ദിശേതി. ഒരിക്കൽ കൂടി. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഛടിതി മുനിജനസ്യേവ ധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനരഭിപതതക തസ്യ ദന്തം സജീവം മൂലാദുന്മൂല്യ തന്മൂലഗമഖിതമഖ മൗക്തികാന്യാത്മമിത്രേ പ്രാദാസ്ത്വം ഹാരമീഭിർ ലളിതവിരചിതം രാധികായൈ ദിശേതി. ഹസ്തപ്രാഭ അഭി അഗമ്യു. ഇതാ കരതലത്തിൽ ഒതുങ്ങി
എന്ന പോലെയായി, എന്നാൽ അഗമ്യനായി. ജഡിധി വേഗത്തിൽ. മുനിജനസ്യ ഇവ, മുനിജനങ്ങൾക്കെന്ന പോലെ. ഭഗവാൻ മുനിജനങ്ങൾക്ക് പോലും അഗമ്യനാണ്, പിടികൊടുക്കാത്തവനാകുന്നു. ധാവൻ ഗജേന്ദ്രം, ഓടുന്നവനായ ആ ഗജേന്ദ്രനെ. ക്രീഡൻ അഭാത്യഭൂമൗ, ക്രീഡയിൽ എന്ന പോലെ വീഴ്ത്തിയിട്ട്, ഭൂമിയിൽ വീഴ്ത്തിയിട്ട്. നർ അഭിപതതഃ, വീണ്ടും നേരെ പാഞ്ഞു വരുന്ന. തസ്യ ദന്തം സജീവം, അവന്റെ കൊമ്പിനെ ജീവനോടെ. മൂലാദ് ഉന്മൂല്യ, ചുവട്ടിൽ നിന്ന് പറിച്ചെടുത്ത്, വേരോടെ പിഴുതെടുത്ത്. തന്മൂലക, അതിന്റെ ചുവട്ടിലുള്ള, മൂലത്തിലുള്ള. മഹിത മഹാ മൗക്തികാനി, ശ്രേഷ്ഠമായ വലിയ മുത്തുകളെ. ആത്മമിത്രേ പ്രാധാത്വം, ആത്മമിത്രത്തിന് നൽകി. ഹാര ഏഭിർ ലളിത വിരചിതം, ഇവയെ കൊണ്ട് അഴകിൽ നിർമ്മിച്ച ഹാരത്തെ. രാധികായേ ദിശ ഇധി, രാധികയ്ക്കായി കൊടുക്കുക എന്നിങ്ങനെ പറഞ്ഞ്. ശ്ലോകാർത്ഥം. ഭഗവാൻ ശ്രീകൃഷ്ണൻ കൈദൂരത്താണെന്ന് തോന്നിയാലും മുനീജനങ്ങൾക്ക് പോലും അപ്രാപ്യനാണ്. അതുപോലെ ഓടിക്കളിച്ച് ആ ഗജേന്ദ്രനെ പെട്ടെന്ന് ഭൂമിയിൽ വീഴ്ത്തി. പിന്നെ വീണ്ടും നേർക്ക് പാഞ്ഞു വരുന്ന അതിന്റെ കൊമ്പ് ജീവനോടെ സമൂലം പറിച്ചെടുത്തു. അതിന് ചുവട്ടിലുള്ള ശ്രേഷ്ഠമായ വലിയ മുത്തുകളെ കൊണ്ട് അഴകിൽ നിർമ്മിച്ച ഒരു ഹാരം രാധയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് ആത്മമിത്രത്തെ ഏൽപ്പിച്ചു. ശ്ലോകം 4. ഗൃഹ്ണാനം ദന്തമംസേയുധമദഹലിനാ രംഗമംഗാവിശന്തം ത്വാം മംഗല്യാംഗഭംഗേ രപസഹൃദമനോലോചനാ വീക്ഷ്യ ലോകാഃ ഹം ഖോ ധന്യോ ഹി നന്ദോ നഖി നഖി പശുപാലംഗനാനോ യശോദാ നോ നോ ധന്യക്ഷണാസ്മ ത്രിജഗതി വയമേവേദി സർവേശ ശംസുഃ. ഒരിക്കൽ കൂടി. ഗൃഹ്ണാനം ദന്തമംസേ യുധമധഹലിനാരംഗമംഗാവിശന്തം ത്വാം മംഗല്യാംഗഭംഗേ രഭസഹൃദമനോലോചനാ വീക്ഷ്യ ലോകാഃ ഹം ഖോ ധന്യോ ഹി നന്ദോ നഖി നഖി പശുപാലാംഗനാനോ യശോദാ നോ നോ ധന്യക്ഷണാസ്മ ത്രിജഗതി വയം ഏവേദി സർവേശ ശംസുഃ. ഗൃഹ്ണാനം ഗ്രഹിക്കുന്ന, വഹിക്കുന്ന. ദന്തം അംസേ ആനക്കൊമ്പിനെ തോളിലേന്തി. യുധം അദഹലിന ബലരാമനോടുകൂടിയ. രംഗം മല്ലയുദ്ധരംഗത്തേക്ക്. അംഗ ഹേ അംഗ ഭഗവാനെ ശ്രീകൃഷ്ണ. ആവിശന്തം ത്വാം കടന്നു വരുന്ന അങ്ങയെ. മംഗല്യ അംഗഭംഗി മംഗളമായ അംഗഭംഗി കൊണ്ട്. രഭസഹൃദ രഭസമായി അപഹരിക്കപ്പെട്ട. ഹഠാത് അപഹരിക്കപ്പെട്ട. മനോലോചന മനസ്സും കണ്ണും. വീക്ഷ്യ കണ്ടിട്ട്, അങ്ങയെ കണ്ടിട്ട്. ലോക സർവജനങ്ങളും. ഹംഹോ ധന്യോ ഹി നന്ദോ. അംഭോ ഈ നന്ദൻ തന്നെയാണ് ധന്യൻ. നഹി നഹി പശുപാംഘന അല്ല അല്ല ഗോപസ്ത്രീകളാണ് ധന്യർ. നോ യശോദ അല്ല യശോദയാണ് ധന്യ. നോ നോ ധന്യേക്ഷണാസ്മ ധന്യമായ കണ്ണുള്ളവരായി ഭവിക്കുന്നത്. ത്രിജഗതി വയം ഏവ ത്രിലോകങ്ങളിലും നമ്മളാണ്, ഞങ്ങളാണ് ധന്യരായി ഭവിക്കുന്നത്. ഇത് സർവേശ ശംസു എന്നിങ്ങനെ സർവലോകരും പ്രശംസിച്ചു. ശ്ലോകാർത്ഥം. അലയോ ഹേ അംഗ ശ്രീ ഗുരുവായൂരപ്പ. പിന്നെ തോളിൽ ആനക്കൊമ്പ് ഏന്തി ബലരാമനോട് കൂടിയവനുമായി മല്ല യുദ്ധരംഗത്തു പ്രവേശിച്ച അങ്ങയെ കണ്ടിട്ട് ശോഭനമായ ശരീരലാവണ്യത്താൽ കണ്ണും കരളും ബലമായി അപഹരിക്കപ്പെടുക നിമിത്തം. അമ്പോ
ത്രിലോകങ്ങളിലും വെച്ച് ഭാഗ്യവാൻ നന്ദൻ തന്നെയാണ്. അല്ല അല്ല, ഗോപസ്ത്രീകളാണ് ഭാഗ്യവതികൾ. അല്ല, യശോദയാണ്. അല്ല, നാം തന്നെയാണ് ധന്യമായ കണ്ണുകളുള്ളവർ എന്നിങ്ങനെ സർവലോകരും ഭഗവാനെ പ്രശംസിച്ചു. ആനയുടെ ഒരു കൊമ്പ് ശ്രീകൃഷ്ണൻ ഇടതുകൈയിൽ പിടിച്ച് തോളിൽ വെച്ചിരിക്കുന്നു. മറ്റൊരു കൊമ്പ് ബലരാമൻ തോളിൽ വെച്ചിരിക്കുന്നു. നോക്കുന്നവർക്ക് ഭയം ജനിപ്പിക്കത്തക്കവണ്ണം പരാക്രമത്തോടെ വിയർപ്പു തുള്ളികൾ താമരദളത്തിൽ വെള്ളത്തുള്ളികൾ എന്ന പോലെ ആ മൃദുസുന്ദരമുഖത്തിൽ പ്രകാശിച്ചു കൊണ്ടിരുന്നു. വീരസ്വരൂപനായ ഭഗവാന്റെ ഈ പരാക്രമ സ്വരൂപം ധ്യാനിക്കുന്നവർക്ക് ജീവഭയം ഉണ്ടാകുന്നതേ ഇല്ലത്രേ. ശ്ലോകം 5. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് നിരവധി പരമാനന്ദസാന്ദ്രപ്രകാശം ഗോപേഷു ത്വം വ്യലാസേർ ന ഖലു ബഹുജനൈഃ താവതാ വേദിതോ ഭൂ ദൃഷ്ട്വാ ത്വാം തദേദം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാഃ പൂർണ്ണാനന്ദവിപാപാഃ സരസമഭിജഗുഃ ത്വത്കൃതാനി സ്മൃതാനി. ഒരിക്കൽ കൂടി. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് നിരവധി പരമാനന്ദസാന്ദ്രപ്രകാശം ഗോപേഷു ത്വം വ്യലാസേർ ന ഖലു ബഹുജനൈഃ താവതാ വേദിതോ ഭൂ ദൃഷ്ട്വാ ത്വാം തദേദം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാഃ പൂർണ്ണാനന്ദവിപാപാഃ സരസമഭിജഗുഃ ത്വത്കൃതാനി സ്മൃതാനി. പൂർണ്ണം പരിപൂർണനായ, എങ്ങും നിറഞ്ഞ, ബ്രഹ്മം ഏവ ബ്രഹ്മം തന്നെയാകുന്ന, സാക്ഷാത് പ്രത്യക്ഷമായി സാക്ഷാത്കരിച്ച്, നിരവധി പരമാനന്ദ സാന്ദ്രപ്രകാശം പരിധികളില്ലാത്ത പരമാനന്ദത്തിന്റെ സാന്ദ്രപ്രകാശരൂപവുമായി, ഗോപേഷുത്വ വിലാസി അങ്ങ് ഗോപന്മാർക്കിടയിൽ വിലസുന്നു. ന ഖലു ബഹുജനൈ താവത് ആവേദിതോ അഭൂ അതിനാൽ പൊതുജനങ്ങൾ അക്കാലം വരെ അങ്ങയെ അറിയപ്പെട്ടതായി ഭവിച്ചില്ല. ദൃഷ്ട്വാത ത്വാം അങ്ങയെ പിന്നീട് ദർശിച്ചിട്ട്, തഥാ ഇതം പ്രഥമം ഇപ്പോൾ ഇതാദ്യമായി, ഉപഗതേ പുണ്യകാലേ പുണ്യകാലം വന്നടഞ്ഞപ്പോൾ, ജനൗഗാഹ ജനസമൂഹത്തിൽ, പൂർണ്ണാനന്ദനായി, വിപാപ പാപം നശിച്ചവരായി, സരസം സരസമായി, അഭിജഘു പ്രശംസിച്ചു പറഞ്ഞു. ത്വത്കൃതാനി സ്മൃതാനി സ്മരണയിലുദിച്ച അങ്ങയുടെ ചരിതങ്ങളെ. ശ്ലോകാർത്ഥം. ഹേ ശ്രീകൃഷ്ണ, ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് എങ്ങും നിറഞ്ഞിരിക്കുന്ന പരിധികളില്ലാത്ത പരമാനന്ദത്തിന്റെ സാന്ദ്രപ്രകാശരൂപം പൂണ്ട സാക്ഷാൽ പരബ്രഹ്മം തന്നെയാകുന്നു. അങ്ങ് ഗോപന്മാർക്കിടയിൽ ഇങ്ങനെ പ്രത്യക്ഷമായി പ്രശോഭിച്ചു. അത് ഇതുവരെ പൊതുജനം അറിഞ്ഞതേ ഇല്ല. പുണ്യകാലമായപ്പോൾ, ആ പുണ്യകാലം ഇപ്പോൾ വന്നെത്തിയപ്പോൾ, ജനങ്ങൾ അങ്ങയെ ദർശിച്ച് പാപ വിമുക്തരായി. അവർ ആനന്ദ പൂർണരായിട്ട് സ്മരണയിൽ വന്ന ചരിതങ്ങളെ കൊണ്ട് അങ്ങയെ സരസമായി പ്രശംസിച്ച് സ്തുതിച്ചു. സാന്ദ്രാനന്ദാവബോധം സാക്ഷാത്തായി പ്രകാശിപ്പിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അമ്പാടിയിൽ ഗോപന്മാരോടൊത്ത് വിലസുന്നു. ഇപ്പോൾ ഇതാ ഈ മധുരാവാസികൾക്കും സാക്ഷാൽ പരബ്രഹ്മം തന്നെയായ പ്രകാശാത്മസ്വരൂപത്തെ ദർശിച്ച് പാപമുക്തരാകാനുള്ള പുണ്യകാലം വന്നിരിക്കുന്നു. ഗുരുവായൂരിൽ ഈ പരമാനന്ദ സ്വരൂപത്തെ ദർശിച്ച് കാരുണ്യാമൃതം നുകർന്ന് ഒരൊറ്റ ദർശനത്തിൽ തന്നെ നമുക്കും കൈവല്യം കൈവരിക്കാം. ശ്ലോകം 6. ചാണൂരോ മല്ലവീരക തദനു നൃപഗിരാ മുഷ്ടികോ മുഷ്ടിശാലി
ത്വാം രാമം ചാഭിഭേദേ ജഡജഡിതി മിഥോ മുഷ്ടിപാദാതിരൂക്ഷം ഉത്പാദാപാദനാകർഷണ വിവിധരണാന്യാസതാം തത്ര ചിത്രം മൃത്യോ പ്രാക്കേവമല്ല പ്രഭുരഗമദയം ഭൂരിശോ ബന്ധമോക്ഷാൻ. ഒരിക്കൽ കൂടി. ചാണൂരോ മല്ലവീരക തദനു നൃപഗിരാ മുഷ്ടികോ മുഷ്ടിശാലി ത്വാം രാമം ചാഭിഭേദേ ജഡജഡിതി മിഥോ മുഷ്ടിപാദാതിരൂക്ഷം ഉത്പാദാപാദനാകർഷണ വിവിധരണ ന്യാസതാം തത്ര ചിത്രം മൃത്യോ പ്രാക്കേവമല്ല പ്രഭുരഗമദയം ഭൂരിശോ ബന്ധമോക്ഷാൻ. ചാണൂരോ മല്ലവീരഃ, മല്ലവീരനായ ചാണൂരൻ. തതനു അനന്തരം നൃപഗിര രാജാജ്ഞയാൽ, കംസന്റെ ആജ്ഞയാൽ, മുഷ്ടികോ പുഷ്ടിശാലി മുഷ്ടിയുദ്ധത്തിൽ വിശാരദനായ മുഷ്ടികനും, ത്വാം രാമം ഛ അങ്ങയെയും ബലരാമനെയും അഭിഭേദേ നേരിട്ടു, ജഡജഡിതി ജഡജഡ ആരവത്തോടെ, മിഥോ തമ്മിൽ, മുഷ്ടിപാത അതിരൂഷം അതിരൂഷമായ മുഷ്ടി നിപാതത്താൽ, ഉൽപാദ ഉൽപ്പതിപ്പിക്കുക മേലോട്ട് എറിയുക, ആബാധന താഴോട്ട് വീഴ്ത്തുക, ആകർഷണ വലിച്ചിഴയ്ക്കുക, വിവിധ രണാനി പലതരത്തിലുള്ള യുദ്ധമുറകൾ, ആസദാം തത്ര അത് അവിടെ ഇരിക്കട്ടെ, ചിത്രം ആശ്ചര്യം, മൃത്യു പ്രാഗ് ഏവ മരണത്തിന് മുമ്പ് തന്നെ, മല്ലപ്രഭു ആ മല്ലവിശാരദൻ ചാണൂരൻ, അഗമത് അയം അവൻ പ്രാപിച്ചു, ഭൂരിശോ പലതവണ, ബന്ധമോക്ഷാൻ ബന്ധനങ്ങളെയും മോക്ഷങ്ങളെയും. ശ്ലോകാർത്ഥം. അനന്തരം മല്ലവീരനായ ചാണൂരനും മുഷ്ടിയുദ്ധത്തിൽ വിശാരദനായ മുഷ്ടികനും രാജാജ്ഞ അനുസരിച്ച്, ഹേ കൃഷ്ണ അങ്ങയെയും ബലരാമഭദ്രനെയും നേരിട്ടു, ജഡജഡ എന്ന് തമ്മിൽ മുഷ്ടികൾ കൊണ്ട് ഇടിച്ച് ഭയങ്കരമായി ഏറ്റുമുട്ടി, മേലോട്ടെറിഞ്ഞും താഴോട്ടേക്ക് വീഴ്ത്തിയും വലിച്ചിഴച്ചും മറ്റുമുള്ള യുദ്ധമുറകൾ ഇരിക്കട്ടെ. അവിടെ ആ മല്ലവീരൻ ചാണൂരൻ മൃത്യുവിനു മുമ്പ് തന്നെ പലതവണ ബന്ധന മോക്ഷങ്ങളെ, അതായത് പിടിക്കപ്പെടുകയും മോചനം നേടുകയും ചെയ്തു. ഭഗവാനുമായുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ ചാണൂരൻ പലതവണ ശ്രീകൃഷ്ണന്റെ ബന്ധനത്തിലായി. എന്നിട്ട് ഭഗവാൻ അവനെ സ്വതന്ത്രനാക്കി പലതവണ. ലൗകിക താല്പര്യ വൃത്തിയിൽ പെട്ടുപോകുന്നതാണ് ബന്ധനം. അവയിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം. പിന്നെ ഒരിക്കലും ജനനമില്ലാത്തത് കൈവല്യം. ചാണൂരൻ അവന്റെ മൃത്യു ഭഗവാനിൽ നിന്നു തന്നെ പിന്നെ വരിക്കുന്നതോടെ അവന്റെ എല്ലാ ലൗകിക ബന്ധങ്ങളും അയഞ്ഞ് പിന്നെ ജീവിതത്തിൽ നിന്നു തന്നെ മോചിതരാകുന്നു. അപ്പോൾ മോക്ഷപ്രാപ്തിയായി. ശ്ലോകം 7. ഹാധികഷ്ടം കുമാരൗ സുലളിതവഭുഷൗ മല്ലവീരൗ കഠോരൗ നദ്രക്ഷ്യാമോ വ്രജാമഃ ത്വരിതമിതി ജനേ ഭാഷമാണേ തദാനീം ചാണൂരം തം കരോദ്ബ്രാഹ്മണവിഗളദസും പോധയാമാസിതോർവ്യാം പിഷ്ടോ ഭൂത്മുഷ്ടികോപി ദ്രുതമദഹലിനാ നഷ്ടശിഷ്ടൈർദധാവേ. ഒരിക്കൽ കൂടി. ഹാധികഷ്ടം കുമാരൗ സുലളിതവഭുഷൗ മല്ലവീരൗ കഠോരൗ നദ്രക്ഷ്യാമോ വ്രജാമഃ ത്വരിതമിതി ജനേ ഭാഷമാണേ തദാനീം
ചാണൂരം തം കരോദ്ബ്രാഹ്മണവികളദസം പോധയാമാസിതോർവ്യാം പിഷ്ടോപോത്മുഷ്ടികോപി ദ്രുതമദഹലിനാ നഷ്ടശിഷ്ടൈർദധാവേ. ഹാ ദിക്കഷ്ടം, ഇത് കഷ്ടം തന്നെ. കുമാരൗ, ഈ രണ്ട് കുമാരന്മാർ സുലളിതവപുഷൗ, സുകുമാര ശരീരികളാകുന്നു. മല്ലവീരൗ കഠോരൗ, മല്ലവീരന്മാരാണെങ്കിലോ കഠിന ശരീരികളാകുന്നു. ന ദ്രക്ഷ്യാമി, ഇത് കാണാൻ വയ്യ. വ്രജാമ തുരിതം, വേഗത്തിൽ പോകുക തന്നെ. ഇതി ജനേ ഭാഷമാണേ എന്ന് ആളുകൾ പറയാൻ തുടങ്ങവേ. തഥാനീം, അപ്പോൾ ചാണൂരം തം, ആ ചാണൂരനെ കര ഉദ്ബ്രാഹ്മണ, കൈകളിലിട്ട് ചുഴറ്റിയപ്പോൾ വികളിത അസൂം, പ്രാണൻ വികളിതമായി, പ്രാണൻ പോയി. പ്രോധയ ആസീത ഉർവ്യാം, നിലത്ത് അടിച്ചെറിഞ്ഞു. പിഷ്ടോ അഭൂത്, പോഷണം ചെയ്യപ്പെട്ടവനായി, നിലത്തടിക്കപ്പെട്ടവനായി. മുഷ്ടികോ അഭി, മുഷ്ടികനെയും. ദ്രുതം അഥ, വേഗത്തിൽ തന്നെ. ഹലിന, ബലരാമനാൽ. നഷ്ടശിഷ്ടൈർദധാവേ, മരിച്ചു ശേഷിച്ചവർ ഓടിപ്പോയി. ശ്ലോകാർത്ഥം. ഇത് കഷ്ടം തന്നെ. ഈ ഉണ്ണികളാണെങ്കിൽ അത്യന്തം മൃദുല സുകുമാര കളേബരർ, മല്ലന്മാരാണെങ്കിലോ കഠിന ശരീരികളും. ഞങ്ങൾക്കിത് കാണാനേ വയ്യ, വേഗത്തിൽ പോകുക തന്നെ എന്നിങ്ങനെ ജനങ്ങൾ പറയാൻ തുടങ്ങവേ ആ ചാണൂരനെ കൃഷ്ണൻ കൈകൾ കൊണ്ട് ഉയർത്തി ചുഴറ്റി ജീവൻ പോയ അവനെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ വേഗത്തിൽ മുഷ്ടികനെയും ബലരാമൻ അടിച്ചു കൊന്നു. പിന്നെ ശേഷിച്ച മല്ലന്മാർ ഓടിപ്പോവുകയും ചെയ്തു. ശ്ലോകം 8. കംസസംവാര്യദൂര്യം ഖലമതിരവിദൻ കാര്യമാര്യാൻ പിതൃംസ്ഥാൻ ആഖന്ദം വ്യാപ്തമൂർത്തേ സ്തവജ സമശിഷദ് ദൂരമുത്സരണായ. രുഷ്ടോ ദുഷ്ടോക്തിഭിസ്ത്വം ഗരുഡ ഇവ ഗിരിം മഞ്ജമഞ്ജന്നുദഞ്ജത് ഖഡ്ഗവ്യാവൽഗദുസ്സംഗ്രഹം അപി ച ഹഠാത് പ്രാഗ്രഹീരൗഗ്രസേനീം. ഒരിക്കൽ കൂടി. കംസസംവാര്യദൂര്യം ഖലമതിരവിദൻ കാര്യമാര്യാൻ പിതൃംസ്ഥാൻ ആഖന്ദം വ്യാപ്തമൂർത്തേ സ്തവജ സമശിഷദ് ദൂരമുത്സരണായ. രുഷ്ടോ ദുഷ്ടോക്തിഭിസ്ത്വം ഗരുഡ ഇവ ഗിരിം മഞ്ജമഞ്ജന്നുദഞ്ജത് ഖഡ്ഗവ്യാവൽഗദുസ്സംഗ്രഹം അപി ച ഹഠാത് പ്രാഗ്രഹീരൗഗ്രസേനീം. കംസൻ സംവാര്യതൂര്യം, ഭേരീഘോഷം സമാപിപ്പിച്ചിട്ട്, മല്ലയുദ്ധത്തിന്റെ പെരുമ്പറയടി സമാപിപ്പിച്ചിട്ട്, ഖലമതിർ ദുഷ്ടബുദ്ധിയായ, അവിതൻ കാര്യങ്ങൾ അറിയാതെ, എന്ത് ചെയ്യേണ്ടു ഇനി എന്നറിയാതെ, ആര്യാൻ പിതൃസ്ഥാൻ പിതൃസ്ഥാനീയരായ ശ്രേഷ്ഠന്മാരെ ആഹന്തും വധിക്കുന്നതിനും, വ്യാപ്തമൂർത്തേ സർവവ്യാപിയായ, സ്തവജ സമശിഷത് ദൂരം ഉത്സാരണായ, അങ്ങയെ ഭഗവാനെ ദൂരേക്ക് മാറ്റുവാൻ ആജ്ഞാപിച്ചു. രുഷ്ടോ അത്യന്തം കോപിച്ച ഭഗവാൻ, ദുഷ്ട ഉക്തിഭിർ കംസന്റെ ആ ദുർവചനങ്ങളാൽ, ത്വം ഗരുഡ ഇവ ഗിരിം അങ്ങ് ഗരുഡൻ ശൈലത്തിലേക്ക് എന്ന പോലെ, മഞ്ചത്തിലേക്ക് ആ മാളിക മുകളിലേക്ക് അഞ്ചൻ കുതിച്ചുയർന്ന്, ഉദഞ്ചത് ഖഡ്ഗവാവൽഘ വാളുയർത്തി ചലിപ്പിച്ചുകൊണ്ടിരുന്ന കംസനെ, ദുസ്സംഗ്രഹം അബീച്ച പിടിക്കാൻ പ്രയാസമുള്ളവനായിരുന്നു എങ്കിലും, ഹഠാത് പ്രാഗ്രഹീത് ബലമായി പിടിച്ചു. ഉഗ്രസേനീം ആ ഉഗ്രസേന പുത്രനെ. ശ്ലോകാർത്ഥം. ദുർബുദ്ധിയായ ആ കംസൻ ഇതി കർത്തവ്യമൂഢനായി
പെരുമ്പറ ശബ്ദത്തെ നിർത്തിച്ചിട്ട് പിതൃസ്ഥാനീയരായ ശ്രേഷ്ഠന്മാരെ വധിക്കുന്നതിനും സർവവ്യാപിയായ അങ്ങയെ ദൂരെ മാറ്റുന്നതിനും ആജ്ഞാപിച്ചു. കംസന്റെ ദുർവാക്കുകൾ കേട്ട് കോപിച്ച അങ്ങ് ഗരുഡൻ ഗിരിയിലേക്കെന്ന പോലെ അനായാസമായി മാളിക മുകളിലേക്ക് കുതിച്ചു ചെന്ന് വാളോങ്ങി നിൽക്കുന്ന ആ ഉഗ്രസേനപുത്രനെ പിടിക്കാൻ പ്രയാസമായിരുന്നെങ്കിലും ബലാത്കാരമായി പിടികൂടി. ശ്ലോകം 9. സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിമാപാത്യ തസ്യോപരിഷ്ടാത് ത്വയ്യാപാത്യേ തദൈവ ത്വദുപരി പതിതാ നാകിനാം പുഷ്പവൃഷ്ടിഃ കിം കിം ബ്രൂമസ്തദാനീം സതതമഭിഭിയാ ത്വദ്ഗതാത്മാ സഭേജേ സായുജ്യം ത്വദ്വധോത്ഥാ പരമപരമിയം വാസനാകാലനേമേഹേ. ഒരിക്കൽ കൂടി. സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിമാപാത്യ തസ്യോപരിഷ്ടാത് ത്വയ്യാപാത്യേ തദൈവ ത്വദുപരി പതിതാ നാകിനാം പുഷ്പവൃഷ്ടിഃ കിം കിം ബ്രൂമസ്തദാനീം സതതമഭിഭിയാ ത്വദ്ഗതാത്മാ സഭേജേ സായുജ്യം ത്വദ്വധോത്ഥാ പരമപരമിയം വാസനാകാലനേമേഹേ. സദ്യോ പെട്ടെന്ന്, നിഷ്പിഷ്ടസന്ധിം സന്ധിബന്ധങ്ങളെ ഇടിച്ചു തകർത്ത്, ഭൂമിയിൽ നരപതിം ആ രാജാവിനെ കംസനെ ആബാധ്യ പതിപ്പിച്ചിട്ട് വീഴ്ത്തിയിട്ട് തസ്യ ഉപരിഷ്ടാത് അവന്റെ പുറത്ത് ത്വയി ആപാധ്യേ അങ്ങും കൂടി പതിക്കവേ തഥാ ഏവ തദൈവ അപ്പോൾ തന്നെ തതുപരി അങ്ങയുടെ മേൽ പതിതാ പതിച്ചു നാഗിനാം പുഷ്പവൃഷ്ടി ദേവന്മാരുടെ പുഷ്പവൃഷ്ടി കിങ്കിം ഭ്രൂമ തഥാനീം അപ്പോൾ എന്തെന്തു പറയേണ്ടു സതതം അഭി എല്ലായ്പ്പോഴും ഭിയാ ഭയം കൊണ്ട് ത്വദ്ഗതാത്മാ അങ്ങയിൽ തന്നെ ആത്മഗതനായി ആത്മാവിനെ അങ്ങയിൽ തന്നെ സമർപ്പിച്ചതായ സഭേജേ സായുജ്യം അവൻ മോക്ഷത്തെ പ്രാപിച്ചു. ത്വദ്വധോത്ഥ അങ്ങ് വധിച്ചതുമൂലം പരമപുരുഷനായ ഭഗവാനെ പരം ഇയം വാസന ശ്രേഷ്ഠവാസന തന്നെയാണിത്. കാലനേമിയുടെ ദേവാസുര യുദ്ധത്തിൽ അമൃത് ഹരിച്ച കാലനേമിയെ ഭഗവാൻ പണ്ട് വധിച്ചിരുന്നു. ശ്ലോകാർത്ഥം. പിന്നെ ആ കംസരാജന്റെ സർവസന്ധികളും തകർത്ത് ഭൂമിയിൽ പതിപ്പിച്ചു. അവന്റെ പുറത്ത് ചാടി വീണ അങ്ങയുടെ മേൽ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. അപ്പോൾ എന്തു തന്നെ പറയട്ടെ, സദാ ഭീതിയോടെയാണെങ്കിലും അങ്ങയിൽ തന്നെ ആത്മഗതനായിരുന്ന ആ കംസൻ അങ്ങയുടെ സായുജ്യത്തെ പ്രാപിച്ചു. പരമപുരുഷനായ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, ഇത് അങ്ങ് വധിച്ച കാലനേമിയുടെ ശ്രേഷ്ഠമായ ജന്മാന്തരവാസന തന്നെയാണ്. മുൻ ജന്മത്തിൽ ഈ കംസൻ കാലനേമി എന്ന അസുരനായിരുന്നു അത്രേ. ദശകം 29 ശ്ലോകം 7 ശ്രദ്ധിക്കുക. പാലാഴി കടഞ്ഞ് അമൃത് ലഭ്യമായപ്പോൾ ആ അമൃത് അപഹരിച്ച കാലനേമി, മാലിമുഖാൻ എന്നീ അസുരന്മാരെ ശ്രീഹരി വധിച്ചിരുന്നു. മരണസമയത്ത് ആ കാലനേമി ഭയത്തോടെ ശ്രീഹരിയെ കണ്ടിട്ടാണ് ജീവൻ വെടിഞ്ഞത്. ഇപ്പോൾ ഈ ജന്മത്തിൽ കംസനായി ജനിച്ചു. തുടർന്നും ഭഗവത് ഭയം പിന്തുടർന്നു. ആ ഭഗവത് സ്മരണ സംരംഭയോഗേന ആയാലും ഇപ്പോൾ ഭഗവാനാൽ സായുജ്യം നേടാൻ കഴിഞ്ഞു. ശ്രീകൃഷ്ണൻ തന്റെ 12ാമത്തെ വയസ്സിൽ കുംഭമാസം ചതുർദശി ദിനത്തിൽ കംസന് സാരൂപ്യമുക്തി നൽകി എന്നാണ് പുരാണ സങ്കല്പം. അന്നേ ദിവസം അതൊരു ശിവരാത്രി ദിനമായിരുന്നു. കംസൻ മൃതനായതോടെ കംസന്റെ 8 സഹോദരന്മാർ അതിക്രുദ്ധരായി ശ്രീകൃഷ്ണനെ സംഹരിക്കാൻ ഒരുങ്ങി.
അവരെല്ലാവരെയും ബലരാമൻ തന്റെ പരിഘം കൊണ്ട് അടിച്ചു കൊന്നു. അപ്പോൾ ദേവന്മാർ സന്തോഷിച്ച് ദുന്ദുഭീവാദ്യം മുഴക്കി, ബ്രഹ്മാദികൾ പുഷ്പവൃഷ്ടി നടത്തി, അപ്സരസുകൾ നൃത്തമാടി. അനേകം ബ്രഹ്മാണ്ടങ്ങളെ തന്റെ കുക്ഷിയിൽ ഒതുക്കിയിരിക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ഭഗവാന്റെ മഹത്തായ ദേഹം കംസനുമേൽ പതിച്ചപ്പോൾ തന്നെ അതിഭീകരനായ അവൻ ആ ഭാരം താങ്ങാനാകാതെ മൃതനായി. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു അവതാര ലക്ഷ്യം പൂർണ്ണമായി. കംസൻ ജീവഭയം മൂലം ഭഗവാനെ തന്നെ ശത്രുഭാവത്തിലാണെങ്കിലും സദാ സ്മരിക്ക മൂലം ചക്രായുധനായ ശ്രീഹരിയെ തന്നെ മുന്നിൽ ദർശിക്കുകയും സാരൂപ്യമുക്തി നേടുകയും ചെയ്തു. ഒരുവൻ ഏതൊരു രൂപത്തെ എപ്പോഴും സ്മരിക്കുന്നുവോ ആ രൂപം അവന് അന്ത്യകാലത്തിലും കാണാൻ കഴിയും. അതിനാൽ ഈശ്വര സ്വരൂപത്തെ എപ്പോഴും ഭക്തിപൂർവം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ദശകം 7 അവസാന ശ്ലോകം ശ്രദ്ധിക്കുക. ഈദൃഗ്ജഗന്മയവപുസ്തവ കർമ്മഭാജ കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേതേ വാതാലയാദിവ നമോസ്തു നിരുന്തിരോഗാൻ. ശ്ലോകം 10. തദ്ഭ്രാതॄനഷ്ടവിഷ്ട്വാ ദ്രുതമഥപിതരൗ സന്നമന്നുഗ്രസേനം കൃത്വാ രാജാനമുച്ചേ യദുകുലമഖിലം മോദയൻ കാമദാനൈഃ ഭക്താനാമുത്തമം ചോദ്ധവമമരഗുരോർ ആപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേ രുന്ധി മേ സർവരോഗാൻ. ഒരിക്കൽ കൂടി. തദ്ഭ്രാതॄനഷ്ടവിഷ്ട്വാ ദ്രുതമഥപിതരൗ സന്നമന്നുഗ്രസേനം കൃത്വാ രാജാനമുച്ചൈർ യദുകുലമഖിലം മോദയൻ കാമദാനൈഃ ഭക്താനാമുത്തമം ചോദ്ധവമമരഗുരോർ ആപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേ രുന്ധി മേ സർവരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. തദ് ഭ്രാതॄൻ അഷ്ട, അവന്റെ 8 സഹോദരന്മാരെ പിഷ്ട്വാ പോഷണം ചെയ്തിട്ട് അടിച്ചു കൊന്നിട്ട്, ദ്രുതമത പിന്നെ വേഗത്തിൽ, പിതരൗ സന്നമൻ പിതാക്കളെ വഴിപോലെ നമസ്കരിച്ച്, ഉഗ്രസേനം കൃത്വാ രാജാനം ഉഗ്രസേനനെ രാജാവാക്കി വാഴിച്ച്, ഉച്ചൈർ ഏറ്റവും ഉച്ചസ്ഥമായി, യദുകുലം അഖിലം യദുകുലത്തെ ആകെ, മോദയൻ കാമദാനേർ അഭീഷ്ടങ്ങൾ സന്തോഷമായി നൽകിയിട്ട്, ഭക്താനാം ഉത്തമം ച ഭക്തരിൽ ശ്രേഷ്ഠനും, ഉദ്ധവം ഉദ്ധവനെ, അമരഗുരോർ ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് ആപ്തനീതി നീതിശാസ്ത്രത്തെ ആപ്തമാക്കിയ നീതിശാസ്ത്രത്തെ ലഭ്യമാക്കിയ, സഖായം ലബ്ധ്വ മിത്രമായി ലഭ്യമാക്കിയിട്ട്, തുഷ്ടോ നഗര്യാം മധുരാപുരിയിൽ സന്തുഷ്ടനായി, പവനപുരപതേ ശ്രീ ഗുരുവായൂരപ്പ രുന്തിമേ സർവരോഗാൻ എന്റെ രോഗങ്ങളെയെല്ലാം നിരോധിക്കണമേ, തടയണമേ. ശ്ലോകാർത്ഥം. അങ്ങ് ആ കംസന്റെ 8 സഹോദരന്മാരെയും കൊന്നതിന് ശേഷം പിതാക്കളെ നമസ്കരിച്ച് ഉഗ്രസേനനെ രാജാവാക്കി വാഴിച്ചു. യദുകുലത്തെയാകെ അഭീഷ്ടങ്ങൾ നൽകി ഏറ്റവും സന്തോഷിപ്പിച്ചു. ഭക്തന്മാരിൽ ഉത്തമനും അമരഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് നീതിശാസ്ത്രം പഠിച്ചവനുമായ ഉദ്ധവനെ സഖാവായി സ്വീകരിച്ച് മധുരാ നഗരത്തിൽ സന്തുഷ്ടനായി വസിച്ച ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് എന്റെ എല്ലാ രോഗങ്ങളെയും നിരോധിക്കണമേ. കംസൻ തന്റെ പിതാവായ ഉഗ്രസേനനെ തടവിലാക്കിയിട്ടാണ് സ്വയം രാജാവായത്.
ഉഗ്രസേനന്റെ അനുജൻ ദേവകന്റെ പുത്രിയാണ് ശ്രീകൃഷ്ണന്റെ അമ്മ ദേവകി. കംസന്റെ ദുർഭരണത്തിൽ യാദവരാകെ ദുഃഖിതരായിരുന്നു. ചിലർ കംസന്റെ അക്രമം മൂലം നാട് വിട്ട് പോയിട്ടുമുണ്ടായിരുന്നു. കംസവധത്തിന് ശേഷം ശ്രീകൃഷ്ണൻ ഉഗ്രസേനനെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് രാജാവാക്കി വാഴിച്ചു. തന്റെ മാതാപിതാക്കളെ കണ്ട് നമസ്കരിച്ചു. മധുരയിൽ നിന്നു പലായനം ചെയ്ത യാദവരെ തിരികെ വരുത്തി അവരുടെ അഭിഷ്ടങ്ങളെ സാധിച്ചു കൊടുത്തു. നീതിശാസ്ത്ര വിശാരദനായ ഉദ്ധവനെ മധുരയുടെ മന്ത്രിസത്തമനാക്കി ഏവരെയും സന്തോഷിപ്പിച്ച് മധുരയിൽ ഭഗവാൻ വസിക്കാൻ തുടങ്ങി. കങ്കൻ, നെഗ്രോധൻ ആദിയായ 8 പേരാണ് കംസ സഹോദരന്മാർ. അവർ ജ്യേഷ്ഠനെ സംഹരിച്ചതുമൂലം അതിക്രുദ്ധരായി. അതിന് പകരം ശ്രീകൃഷ്ണനെ സംഹരിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടു. അതിവേഗത്തോടെ ക്രുദ്ധരായി യുദ്ധത്തിനൊരുങ്ങി വന്ന കംസ സഹോദരന്മാരെ ബലരാമൻ തന്റെ കയ്യിലുള്ള ബലമേറിയ പരിക കൊണ്ട് സിംഹം മൃഗങ്ങളെ എന്ന പോലെ അടിച്ചു കൊന്നുവത്രേ. കംസനെയും അവന്റെ അനുചരന്മാരെയും സഹോദരന്മാരെയും ശ്രീകൃഷ്ണനും ബലരാമനും കൂടി വധിക്കിയാൽ ദേവന്മാർ ഏറ്റവും സന്തോഷിച്ച് ദുന്ദുഭിവാദ്യം മുഴക്കി. ബ്രഹ്മാദികൾ പുഷ്പവർഷം ചെയ്തുകൊണ്ടും ഭഗവാന്റെ വീര്യപരാക്രമങ്ങളെയും ഭക്തവാത്സല്യാദി ഗുണങ്ങളെയും കുറിച്ച് സ്തോത്രം ചെയ്തു. അപ്സര സ്ത്രീകൾ നൃത്തമാടി. ആ സമയം കംസന്റെയും ബാദ്രാക്കളുടെയും പത്നിമാർ ആർത്തനാദം പുറപ്പെടുവിക്കുകയായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരെ ആശ്വസിപ്പിച്ച് ശവസംസ്കാര കർമ്മങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്യിച്ചു. സ്വമാതാപിതാക്കളെ കൊണ്ട് ബ്രാഹ്മണർക്ക് ധാരാളം ദാനങ്ങൾ ചെയ്യിച്ചു. കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ ശരണം.